ശബരിമല ദർശനം നടത്തി മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിനു സമീപം ബുധനാഴ്ച രാവിലെ 5:30 ആയിരുന്നു അപകടം. ഗതാഗത തടസ്സം സൃഷ്ടിച്ച് അജ്ഞാത വാഹനം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ. ചാലക്കുടി വെട്ടിയാട്ടിൽ ക്ഷേത്രത്തിന് സമീപമാണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. പൊതു ശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല ദർശനം നടത്തി മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിന് സമീപം ബുധനാഴ്ച രാവിലെ 5:30 ആയിരുന്നു അപകടം. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർ ഡ്രൈവർ കർണാടക സ്വദേശി സച്ചിനെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പോലീസ് കേസെടുത്തു. ഗതാഗത തടസ്സം സൃഷ്ടിച്ച് അജ്ഞാത വാഹനം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ. ചാലക്കുടി KSRTCക്ക് പിൻഭാഗത്ത് വെട്ടിയാട്ടിൽ ക്ഷേത്രത്തിന് സമീപമാണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. 2 ആഴ്ചയിലധികമായി കാർ ഇവിടെ കിടക്കുന്നുണ്ട്. ആരുടെ കാറാണെന്നോ ഇവിടെ കൊണ്ടുവന്നിട്ടത് ആരാണെന്നോ അറിയില്ല. അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ച നിലയിലാണ് കാർ. നമ്പർ പ്ലേറ്റുകളും ഊരിവെച്ച നിലയിലാണ്. വീതി കുറഞ്ഞ റോഡിൽ കാർ പാർക്ക് ചെയ്തതോടെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. സ്കൂൾ ബസ്സുകളടക്കം പോകുന്ന റോഡാണിത്. പോലീസിലും മോട്ടോർ വാഹന വകുപ്പിലും വിവരം അറിയിച്ചിട്ടും ഒരു നടപടിയും ആകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാർ ഇവിടെ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വണ്ടി കാർ കിടന്നിട്ട് ഒരാഴ്ചയായി. ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിച്ചു, നമ്മുടെ വാർഡ് കൗൺസിൽ നീതാപോളിനെ അറിയിച്ചു. ഒരു ആക്ഷൻ പോലും നടപടി പോലും എടുത്തിട്ടില്ല. പല യാത്രക്കാർ പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടി കൂടെ കടന്നിട്ട്. 2, 3, 4, 5 സ്കൂൾ വണ്ടി വഴിക്ക് പാസ് ചെയ്യുന്ന ഏരിയയാണ്. പിന്നെ ആരോട് ചോദിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണില്ല. ഇത് നമ്പർ ബോർഡും ഇല്ല, ഒന്നുമില്ല. ഞാൻ സ്റ്റേഷനിൽ അറിയിച്ചു, എല്ലാവരും അറിയിച്ചു. പിന്നെ ഒരു നല്ലൊരു നടപടി എടുക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഏരിയയിൽ. ഒന്നാമത് വീതി കുറഞ്ഞ റോഡാണ്. ആരെ വണ്ടി ഞങ്ങൾക്ക് പോലും അറിയില്ല. കൊടകരയിലെ പൊതു ശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും യാത്രക്കാരും ആശ്രയിക്കുന്ന പൊതു ശുചിമുറിയാണിത്. ശുചിമുറിയിലേക്കുള്ള ജലവിതരണ വകുപ്പ് നിർത്തിവെച്ചതിനെ തുടർന്നാണ് ശുചിമുറിയുടെ പ്രവർത്തനം അവതാളത്തിലായത്. 7 ലക്ഷത്തോളം രൂപ ജലവിതരണ വകുപ്പിന് കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞാണ് ശുചിമുറിയിലേക്കുള്ള ജലവിതരണം അധികൃതർ നിർത്തിവച്ചതെന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നു. മീറ്റർ പോലും ഇല്ലാത്ത ശൗചാലയത്തിന് എങ്ങനെയാണ് ഇത്രയും ഭീമമായ തുക കുടിശ്ശിക വന്നതെന്ന ആശങ്കയിലാണിവർ. പലപ്പോഴും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സമീപത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. ശുചിമുറിയിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 14 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഇവർ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും എല്ലാവരും വിളിച്ചറിയിച്ചപ്പോൾ 7 ലക്ഷം രൂപയോളം അവർ അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിൻ്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങൾ എവിടേക്ക് പോകണം? ഈ പഞ്ചായത്തിൻ്റെയും പൊതു കംഫർട്ട് സ്റ്റേഷനാണ് ഇവിടെയുള്ളത്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്ന അധികൃതരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കൂടാതെ കൊടകര ജംഗ്ഷന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ടോയ്ലറ്റുകളും ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയും പൊതുജനങ്ങൾക്കായി ഉടൻ തുറന്നു കൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടകര. രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിൽ ഒന്നായി അവകാശ ആധാര നിക്ഷേപ പത്രം തയ്യാറാക്കിയാൽ രജിസ്ട്രേഷൻ ചെയ്തു നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന പരാതിയിൽ നടപടി. രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിൽ അവകാശ ആധാര നിക്ഷേപ പത്രത്തിലെ ചില വരികൾ ഉപയോഗിക്കുന്നത് ഓഫീസ് ഓഡിറ്റിംഗ് ഉദ്യോഗസ്ഥർ ക്രമക്കേടായി കണ്ടെത്തുകയും സർക്കാരിന് നഷ്ടം വരുത്തിയെന്ന ആരോപണത്താൽ വലിയ തുകകൾ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ തിരിച്ചടയ്ക്കേണ്ടതായി വന്നിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് വെബ്സൈറ്റിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ ആധാരങ്ങൾ തയ്യാറാക്കിയാൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതം കാണിച്ചിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ തയ്യാറാക്കിയിട്ടുള്ള അവകാശ ആധാര നിക്ഷേപ പത്രത്തിന് കേരള മുദ്രപത്ര നിയമം പ്രകാരമുള്ള 0.5%
മുദ്രവില ഈടാക്കിയാൽ മതി. എന്നാൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായാണ് മാതൃകാ ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മലയാളത്തിലുള്ള മാതൃകാ ആധാരങ്ങൾ ഇംഗ്ലീഷിലുള്ള മാതൃകയിൽ നിന്നും വ്യത്യസ്തമായി ചില വാചകങ്ങൾ വെബ്സൈറ്റിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകാ ആധാരത്തിൽ കാണുന്നതിനാലാണ് 5% മുദ്രയും 2% ഫീസും ഈടാക്കേണ്ടതായി ഓഡിറ്റ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതെന്നും നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ മറുപടി കത്തിൽ പറയുന്നു. ആയതിനാൽ ഇംഗ്ലീഷിലുള്ള മാതൃകാ ആധാരത്തിനനുസൃതമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം വരുത്തേണ്ടതാണെന്നും സർക്കാർ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കത്തിൽ പറയുന്നു. മാതൃക ആധാരത്തിനനുസൃതമായി മലയാളത്തിലുള്ള ആധാരങ്ങൾക്ക് ആവശ്യമായ മാറ്റം വരുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ടെന്നും പ്രസ്തുത നിർദ്ദേശം പൂർത്തീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അവകാശ ആധാര നിക്ഷേപ പത്രത്തിന് മുദ്രവിലയായ 0.5% ഈടാക്കിയാൽ മതിയാകുമെന്നും മേൽവിഷയത്തിൽ ഓഡിറ്റ് ഉദ്യോഗസ്ഥർ പിഴവ് കണ്ടെത്തിയ കേസുകളിൽ സർക്കാർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഒഴിവാക്കുന്നതിന് എല്ലാ മേഖലാ രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽമാർക്കും നിർദ്ദേശം നൽകിയതായും രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഷാൻഡി ജോസഫിന് നൽകിയ മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് പണയാധാരമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ പണയാധാരമായിട്ട് കണക്കാക്കുമ്പോൾ 5% സ്റ്റാമ്പ് വാങ്ങേണ്ടത് വരുന്നു. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 500 രൂപ വാങ്ങേണ്ടടുത്ത് 5000 രൂപയുടെ സ്റ്റാമ്പ് വാങ്ങേണ്ടത് വരുന്നു. അതുമാത്രമല്ല, അതിന് അനുപാതികമായിട്ട് ഈ സ്റ്റാമ്പിന്റെ അനുപാതി 2% ഫീസ് അടയ്ക്കണം. അങ്ങനെ തെറ്റായ ഒരു പ്രശ്നം ഈ വെബ്സൈറ്റിൽ, ഈ മലയാളത്തിന്റെ മാതൃകയിൽ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഇങ്ങനെ മലയാളത്തിലുള്ളത് വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ തരത്തിലുള്ള ഒരു ചെറിയൊരു പെശക് ഈ മലയാളത്തിലുള്ള മാതൃകയിൽ ഉണ്ടായതിനാൽ ഈ ഓഡിറ്റുകാർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന കുറവ്, ഇത് പണയാധാരമായിട്ട് പരിഗണിക്കേണ്ടതാണെന്നും ഇതിൽ വരുന്ന കുറവ് സംഖ്യ ഈ രജിസ്റ്റർ നൽകിയ ഉദ്യോഗസ്ഥർ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവ് പുറമ്പോക്ക് ലേലം റെക്കോർഡ് ഭേദിച്ചു. 56,17,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. കോറപ്പറമ്പ് സ്വദേശി TK അജിതനാണ് ലേലം ഉറപ്പിച്ചത്. 51,05,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലേലത്തുക. പഴയകാല ഓർമ്മകൾ ഉണർത്തി പുതിയ മാതൃക സൃഷ്ടിച്ച് കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും. കൊമ്പത്തുകടവ് സെന്റ് FX LP സ്കൂളിലാണ് വ്യത്യസ്തമായ രീതിയിൽ പഴയ ക്രിസ്തുമസ് കാല ഓർമ്മകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഇത്തവണ സ്കൂളിലെ കുട്ടികൾ അവരുടെ ക്രിസ്തുമസ് ഫ്രണ്ടിന് ക്രിസ്തുമസ് ആശംസ കാർഡുകൾ അയച്ചത് തപാൽ വഴിയാണ്. ആധുനിക കാലത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ ആശംസകൾ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊമ്പത്തുകടവ് സെന്റ് FX LP സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ കാർഡുകൾ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തത്. ആദ്യമായി കൂട്ടുകാർക്ക് കാർഡ് പോസ്റ്റ് ചെയ്തതിലും അത് ലഭിക്കുമല്ലോ എന്ന സന്തോഷത്തിലുമാണ് കുട്ടികൾ. മറ്റു വാർത്തകളിലേക്ക്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ സമീപം കാട്ടാന നിലയുറപ്പിച്ചത് പരിഭ്രാന്തി പരത്തി. ബുധനാഴ്ച പുലർച്ചെ മുതൽ ആന ഇവിടെ തമ്പടിച്ചിരുന്നു. തുടർന്ന് പറമ്പിലെ പന മറിച്ചിടുകയും ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ വനത്തിലേക്ക് ഓടിച്ചുവിട്ടു. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നിടയിലാണ് തർക്കസ്ഥലത്ത് റോഡ് പണിയാൻ കരാറുകാരൻ ശ്രമിച്ചത്. നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം നഗരസഭാ കൗൺസിലർ പരമേശ്വരൻകുട്ടി, കർമ്മസമിതി ചെയർമാൻ പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയുകയായിരുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥയിലെത്തി. ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരുകൂട്ടരും പിന്മാറാൻ തയ്യാറായില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കരാർ കമ്പനിക്കാർ പിന്മാറിയതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് T സജീവൻ, DCC ജനറൽ സെക്രട്ടറി TM നാസർ, CPI നേതാവ് TM നാസർ, CPIM ലോക്കൽ സെക്രട്ടറി TB പ്രഭേഷ്, കോൺഗ്രസ്
ബ്ലോക്ക് പ്രസിഡന്റ് എസ് സാബു, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത്, നഗരസഭാ കൗൺസിലർമാരായ സി സുമേഷ്, ധന്യ ഷൈൻ, കർമ്മസമിതി കൺവീനർ അഡ്വക്കേറ്റ് അൻസാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മാള മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീം തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അംബിക ദേവിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലഗോപാലൻ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്തദാനം നടത്തി. NSS വളണ്ടിയർ സെക്രട്ടറിമാരായ അഭിനവ് കൃഷ്ണ KB, CA അൽഫിയ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം 20-21 തീയതികളിലായി ചാലക്കുടി ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 15 ബ്ലോക്കുകളിൽ നിന്നായി 750 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 21 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാകും. ബെന്നി ബഹനാൻ MP മുഖ്യപ്രഭാഷണം നടത്തും. മുൻകാല ഭാരവാഹികളെ സനീഷ് കുമാർ ജോസഫ് MLA ആദരിക്കും. കലാകായിക പ്രതിഭകൾക്കുള്ള പുരസ്കാരം റോജി M ജോൺ MLA വിതരണം ചെയ്യും. 11 നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. 1:30 വനിതാ സമ്മേളനം KPCC മെമ്പർ വനജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KG ഉണ്ണികൃഷ്ണൻ, ജോർജ് മാളിയേക്കൽ, ഡോക്ടർ ജോസ് കുര്യൻ, V രാംദാസ്, ലൂവിസ് മേലേപ്പുറം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CPIM മാള ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. കോണത്തുകുന്ന് MD കൺവെൻഷൻ സെന്ററിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷത വഹിച്ചു. CR പുരുഷോത്തമൻ പതാക ഉയർത്തി. PR രതീഷ്, രക്തസാക്ഷി MC ഷാജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഡേവിസ്, UP ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹോട്ടലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി. ചന്ദ്രാപിന്നി മർവ ഹോട്ടലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാലയാണ് ഉടമയെ കണ്ടെത്തി കൈമാറിയത്. പട്ടാമ്പി സ്വദേശി ജുവേരിയുടേതായിരുന്നു നഷ്ടപ്പെട്ട മാല. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് 1 പവന്റെ മാല നഷ്ടപ്പെട്ടത്. ഇതിനുശേഷം ചായ കുടിക്കാനെത്തിയവർക്കാണ് മാല ലഭിച്ചത്. ഇവർ ഹോട്ടൽ ഉടമയെ ഏൽപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ വഴി സന്ദേശം പ്രചരിപ്പിച്ചതോടെയാണ് ഉടമയെ കണ്ടെത്തിയത്. ഇന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഹോട്ടൽ ഉടമ PH അഹമ്മു, പൊതുപ്രവർത്തകൻ സലീം എന്നിവർ SI K സൂരജിന്റെ സാന്നിധ്യത്തിൽ മാല ഉടമയ്ക്ക് കൈമാറിയത്. മതിലകത്ത് യുവതിക്ക് ദേശീയപാത നിർമ്മാണത്തിനായി വന്ന ക്രെയിൻ തട്ടി അപകടം ഉണ്ടായ സാഹചര്യത്തിൽ മതിലകം പഞ്ചായത്തിന്റെ ഭരണ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജാഥ നടത്തി. DCC സെക്രട്ടറി CS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിറ്റോ ജോസ് അധ്യക്ഷത വഹിച്ചു. അഖിൽ P മേനോൻ, സുനിൽ P മേനോൻ, TS ശശി എന്നിവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ മുസിരീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 20-ന് ആരംഭിക്കുമെന്ന് E.T. ടൈസൺ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന തീരദേശ മഹോത്സവം ഡിസംബർ 31-ന് സമാപിക്കും. 20-ാം തീയതി വൈകിട്ട് 4-ന് സീരി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. 31-ന് സമാപന സമ്മേളനം മന്ത്രി K.B. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. രാഘവല്ലി ബാൻഡിന്റെ സംഗീത പരിപാടിക്ക് ശേഷം വർണ്ണമഴയോടെ ബീച്ച് ഫെസ്റ്റ് സമാപിക്കും. കടലിലേക്ക് ഉല്ലാസയാത്ര ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാട്ടർ സ്പോർട്സ്, വയനാടിന് വേണ്ടി ചൂളമരക്കാട്ടിൽ ഊഞ്ഞാലാട്ടം, ജില്ലാ ചാമ്പ്യൻഷിപ്പ് കബഡി, ബീച്ച് വോളി, വടംവലി, ചൂണ്ടയിടൽ മത്സരം, പട്ടം പറത്തൽ മത്സരം എന്നിവയും ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടക സമിതി ചെയർമാൻ E.T. ടൈസൺ MLA പറഞ്ഞു. ജനറൽ കൺവീനർ K.P. രാജൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ M.S. മോഹനൻ, കൺവീനർ C.A. നസീർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, P.K. അസീം, നൌഷാദ് കറുകപ്പാടത്ത്, സുമിത ഷാജി, അഷറഫ് പൂവത്തിങ്കൽ, സെക്രട്ടറി സെറീന, A. അലി, P.K. മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല ദർശനം നടത്തി മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത കൊടകര പെരിങ്ങാംകുളത്തിനു സമീപം ബുധനാഴ്ച രാവിലെ 5:30 ആയിരുന്നു അപകടം. ഗതാഗത തടസ്സം സൃഷ്ടിച്ച് അജ്ഞാത വാഹനം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ. ചാലക്കുടി വെട്ടിയാട്ടിൽ ക്ഷേത്രത്തിന് സമീപമാണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നത്. പൊതു ശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.